സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നരിക്കുനി സ്റ്റാൻഡിലാണുള്ളത്. നരിക്കുനിയിൽ നിന്നും എടക്കര വരെ പോകുന്ന സുൽത്താൻ ബസ്സിൻ്റെ വിശേഷങ്ങൾ പകർത്താൻ വേണ്ടി വന്നതാണ്. ദിവസവും 7ഓളം ട്രിപ്പുകളുണ്ട് കേട്ടോ നരിക്കുനി എടക്കര റൂട്ട് ഈ ഒരു സുൽത്താൻ ബസ്സിന്. എന്തായാലും നമ്മൾ 3 മണിയുടെ ട്രിപ്പിലാണ് നമ്മൾ നരിക്കുനിയിൽ നിന്നും എടക്കരയിലോട്ട് കയറിയത്. നരിക്കുനിയിൽ നിന്നും ചെമ്പക്കുന്ന്, കണ്ടോത്തുപാറ, TC പാലം, കാക്കൂർ, പാവണ്ടൂർ വഴിയാണ് എടക്കരയിലെത്തുന്നത്. ഈ ഒരു റൂട്ടിലെ ആദ്യത്തെ ബസ് സർവീസ് കൂടിയാണ് കേട്ടോ ഈ ഒരു സുൽത്താൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കൃത്യം 3 മണിക്ക് തന്നെ ബസ് യാത്ര തുടർന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ പോയിരുന്ന് നമ്മൾ കാഴ്ചകൾ കാണാം. നരിക്കുനിയിൽ നിന്നും എടക്കര വരെ 9 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. തികച്ചും ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ ഈ ഒരു സുൽത്താൻ ബസ്സിൻ്റേത്. 32 വർഷം പഴക്കമുള്ള ഒരു പെർമിറ്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു സുൽത്താൻ ബസ്സിൻ്റേത്. അങ്ങനെ നമ്മളിത് കാക്കൂരെത്തി. കാക്കൂർ ഒരു 10 മിനിറ്റോളം റെസ്റ്റിംഗ് ടൈമുണ്ട്. അതിനുശേഷം നമ്മൾ യാത്ര തുടങ്ങും. 1995 നമ്മുടെ ഈ ഒരു ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. 94, 95 അല്ലെങ്കിൽ 95-ന് മുൻപുള്ള കാലഘട്ടങ്ങളിലൊന്നും ബസ് സർവീസുകൾ പോലും ഇല്ലാത്ത റൂട്ടായിരുന്നു കേട്ടോ നരിക്കുനി എടക്കര റൂട്ട് എന്ന് പറയുന്നത്. തികച്ചും ജീപ്പുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു ഇതിലൂടെയുള്ള യാത്ര നടത്തിയിരുന്നത്. ഇത് കാക്കൂരാണ് കേട്ടോ. കാക്കൂരിൽ നിന്നും പാവണ്ടൂർ വഴിയാണ് എടക്കരയിലോട്ടുള്ള സർവീസ്. കാക്കൂരിൽ നിന്നും ബാലുശ്ശേരി, കോഴിക്കോട്, നരിക്കുനി ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളെ ബസ് സ്റ്റാർട്ട് ചെയ്തു. കാക്കൂരിൽ നിന്നും എടക്കര വരെ 4.7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ യാത്ര ചെയ്യാൻ. 95-ന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ജീപ്പുകളെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്ത ഈ ഒരു റൂട്ടിലോട്ട് 2 ടാറ്റ മിനി ബസ്സുകളുമായി ബസ് സർവീസ് മേഖലയിൽ പരിചയമുള്ള കണ്ടോത്തുപാറ സ്വദേശി മൂസ മാസ്റ്ററാണ് ഈ ഒരു 2 ബസ്സിൻ്റെയും ഓണർ എന്ന് പറയുന്നത്. 2 ബസ്സുകളുടെ പേരും സുൽത്താൻ എന്ന് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മൂസ മാസ്റ്ററുടെ സുൽത്താനെ ഇടക്കരക്കാർ 2 കൈകൾ കൂട്ടി സ്വീകരിക്കുകയും 2 ബസ്സുകൾക്കും 2 ഓമനപ്പേരായി വെള്ള സുൽത്താൻ, മഞ്ഞ സുൽത്താൻ എന്ന പേരും കൊടുത്തു കേട്ടോ. 1995 മുതൽ 2002 വരെ KL 10C 6127, KL 10C 2747 ബസ്സാണ് ഓടിയത്. അതിനുശേഷം നമ്മുടെ മഞ്ഞ സുൽത്താൻ KL 11L 6715 അതേപോലെ നമ്മുടെ വെള്ള സുൽത്താൻ KL 12B 516 മാറ്റിയേ. പിന്നീട് മഞ്ഞ സുൽത്താൻ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാവുകയും പിന്നീട് പ്രസാദം എന്ന പേരിൽ ഈ ഒരു ബസ് വീണ്ടും ഈ ഒരു സുൽത്താൻ ഗ്രൂപ്പിലോട്ട് തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബസ് ഇത് കൊളത്താഴമൊക്കെ കഴിഞ്ഞ് പാവണ്ടൂരിലോട്ട് എത്താറായിട്ടുണ്ട്. തികച്ചും ഗ്രാമപ്രദേശം തന്നെയാണ് കേട്ടോ ഈ ഒരു എടക്കര നരിക്കുനി റൂട്ട് എന്ന് പറയുന്നത്. പാവണ്ടൂർ അങ്ങാടിയിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പാവണ്ടൂർ എടക്കര നരിക്കുനി റൂട്ടിൽ ചെറിയൊരു അങ്ങാടി കൂടിയാണ് കേട്ടോ. നരിക്കുനിയിൽ നിന്നും എടക്കര സൈഫൺ വരെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 18 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോച്ചാമ്പള്ളിത്താഴം എത്താറായിട്ടുണ്ട്. കോച്ചാമ്പള്ളിത്താഴത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ ചീക്കിലോട് റോഡാണ്. ചീക്കിലോട് നിന്നും ബാലുശ്ശേരി, അത്തോളി, ഉള്ളിയേരി ഭാഗത്തോട്ടൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള സൈഫണിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ച പ്രസാദ് ഏട്ടനോടും അതേപോലെ നമ്മുടെ ഡ്രൈവർ സിദ്ദിഖാനോടും ഒരുപാട് നന്ദി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇന്നും നല്ല രീതിയിൽ തന്നെ ഈ ഒരു സുൽത്താൻ ഗ്രൂപ്പ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ഒരു ബസ്സുകൾക്ക് കളർ കോഡ് വന്നതോടുകൂടെ നീല കളറിലോട്ട് മാറേണ്ടി വന്നെങ്കിലും സുൽത്താൻ എന്ന പേര് ഇടക്കരക്കാർ ഏറ്റെടുത്ത ഒരു ബസ് സർവീസ് കൂടിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ബസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ സുൽത്താൻ ബസ്സിന് ഇപ്പോൾ 3 ബസ്സുകൾ ഈ റൂട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അത്തോളി നരിക്കുനി റൂട്ടിൽ ഒരു സഫ ബസ്സും ഇവരുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വൻ സൈനിങ് ഔട്ട്. ബൈ.